ജ്യോതി മാഡം, ആഭിചാരം അതൊരു വലിയ ക്രിയയാണ്. അത് പലപ്പോഴും പലർക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം? ആഭിചാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ കൂടുതലായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരാളുടെ ഉയർച്ചയിലുണ്ടാകുന്ന അസൂയ, അതുപോലെ നമുക്കതിനെ നേടാനുള്ള ശ്രമങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ ഒരാൾ നല്ല രീതിയിലെത്തി, അപ്പം അയാളെ പോലെ ആവാൻ പണ്ട് അങ്ങനെയാണ് പഠിച്ചിരുന്നത്, അയാളെ പോലെ ആകാൻ ശ്രമിക്കൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, അയാളെ ഇല്ലാതാക്കിയാൽ എനിക്ക് കയറാം ആ ഒരു ഭാവം വന്നുപോയി ആൾക്കാർ. കലിയുഗത്തിലെല്ലാം ക്യുക്കായിട്ടല്ലേ കാര്യങ്ങൾ നീങ്ങണം. ഇപ്പം ശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും ശ്രമിച്ചു, അതിനൊന്നും സമയമില്ല ആർക്കും. അപ്പം നീതി ന്യായം ഒന്നുമില്ലാതെ കലിയുഗത്തിലെ രാജാവായ രാഹുവിനെ പോലെ ചിലരൊക്കെ പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയെ അയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ടുള്ള രീതിയിൽ അത് പലതരത്തിലുള്ള അഭിചാരമുണ്ട്. ഇപ്പോൾ അയാൾക്ക് ജോലി ചെയ്യുന്നതിലുള്ള അസൂയാണെന്ന് വിചാരിച്ചാൽ ആ ജോലി സ്ഥലത്തെ ബാധിക്കുന്ന രീതിയിൽ അയാളുടെ ഗ്രഹനില നോക്കിയിട്ട് ആ 10ാം ഭാവത്തിലെ അയാൾക്ക് അവിടെ ഇപ്പോൾ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, ജോലി ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് വർക്കോളിക് ആയിട്ടിരിക്കുന്ന ആൾ പിന്നെ ആ ജോലിയോട് താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ അബ്രോഡുള്ള ആളാണെങ്കിൽ നാട്ടിലേക്ക് വരാനായിട്ട് അയാൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക, ജോലി ചുമ്മാ രാജിവെക്കുക. പിന്നെ നാട്ടിലുള്ള ആളാണെങ്കിൽ ജോലിക്ക് പോകാൻ സമയമാകുമ്പോൾ എനിക്ക് വയ്യ, തലവേദന, അങ്ങനെ പറഞ്ഞിട്ട് മൂഡ് ഓഫ് ആയിട്ട് കിടക്കുക, ഇന്ന് ജോലിക്ക് പോകുന്നില്ല. ചിലപ്പോൾ നമ്മൾ സന്തോഷവാക്കൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പറഞ്ഞു വിട്ട ആൾ കുറച്ചു നേരം കഴിയുമ്പോൾ ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വണ്ടി കേടായി എന്ന് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് വെണ്ടുകേടിയാലും പോകാം, പക്ഷെ വയ്യ. അപ്പം അങ്ങനെ പല കാരണങ്ങൾ. പിന്നെ ചിലർ ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വരിക, അയാൾ റെസ്റ്റ്ലെസ് ആവുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള അത് ശരിക്കും ജോലിയെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഏത് മേഖലയിലാണ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഇൻഡിക്കേഷൻ വരണത്, സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പം അയാൾക്ക് മറ്റു കാര്യങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല, അയാൾ ജോലിക്ക് ഇറങ്ങുമ്പോഴായിരിക്കും പ്രശ്നം. അപ്പം അതാണ് ട്രിഗർ ചെയ്തിട്ടിരിക്കുന്നത്. അയാൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്നാൽ അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല, പക്ഷെ ജോലിയും പോകും ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങനെ ഇതാണ്. പിന്നെ ചിലത് പ്രണയ സാഫല്യത്തിന് വേണ്ടി ചിലർ ചെയ്യും. അത് കൂടുതലും വശീകരണമായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയും ഈ വ്യക്തിയും തമ്മിൽ ചിലപ്പോൾ അജഗജാന്തര വ്യത്യാസം ഉണ്ടാവും, ആടും ആനയും പോലെയൊക്കെയാണ്. പക്ഷേ എന്നാലും അയാൾ എനിക്ക് വേണം. അപ്പോൾ ആ പെൺകുട്ടി ഒരിക്കലും അതിനെ സമ്മതിച്ചൊന്നും വരില്ല, അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ വ്യക്തി അതിനെ റിജക്റ്റ് ചെയ്യും. കാരണം ഒരു തരത്തിലും സാമൂഹികമായിട്ടാണെങ്കിലും സൗന്ദര്യപരമായിട്ടാണെങ്കിലും അയാളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളായിരിക്കും മറ്റേ മറുവശത്ത് നിൽക്കുന്നത്. പക്ഷേ ഇയാൾക്ക് പിടിവാശിയാണ്, അയാളെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ വക കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അത്രയും കാലം നമ്മൾ ദേഷ്യദൃഷ്ടിയോടുകൂടി കണ്ടിരുന്ന ഒരാളിലേക്ക് അയാളുടെ ഏതെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവിലേക്ക് നമ്മുടെ കണ്ണുടക്കി പോവുക, മനസ്സിലായോ? അപ്പൊ അയാൾ അത്രയും നാൾ നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയോട് നമുക്ക് അയാൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിന് തൊട്ട പോലെ തോന്നുക, അല്ലെങ്കിൽ അയാളുടെ ഒരു നോട്ടം നമ്മളുടെ ആഴ്ന്നിറങ്ങുന്ന പോലെ തോന്നുക, അതൊക്കെ വശീകരണത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ അങ്ങനെ പിന്നെ വിറ്റുപോകാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും ചിലതൊക്കെ, വീടുകൾ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം പിടിച്ചതായിരിക്കാം. ചിലപ്പോൾ അയലോകം മോശമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളതായിരിക്കും, വാസ്തു ദോഷമുള്ള സ്ഥലമായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിന് വാസ്തുദോഷം ഉണ്ടെന്നോ അങ്ങനെ ഡീപ്പായിട്ടൊക്കെ നോക്കുന്ന ഒരാളെ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതെടുക്കില്ല. അപ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, വശം ചെയ്തിടും. വശം ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ഇതിൻ്റെ ആൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾ പറയും ഒരു സ്ഥലമുണ്ട് നമുക്കൊന്ന് കാണാൻ പോകാമെന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ മറ്റേയാളെ വിളിച്ചിട്ടുണ്ടാവില്ല, ആരെ ഇത് നോക്കുന്ന ആളെ വിളിച്ചിട്ടുണ്ടാവില്ല, അറിയാവുന്ന ആളെ വിളിക്കാൻ. അയ്യോ അത് ആ പുള്ളി വന്നിട്ടില്ലല്ലോ, അപ്പം നമ്മൾ നാളെ ആവട്ടെ. അല്ല അത് സാർ വന്നോളൂ, നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി, മറ്റേ ആൾ പിന്നെ വന്നിട്ട് നോക്കട്ടെ ലക്ഷണങ്ങളൊക്കെ, അതുവരെ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ ശരി എന്നാൽ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണുന്നതിലെന്താ എന്ന് വിചാരിച്ച് നമ്മൾ ഈ സൈറ്റ് കാണാൻ പോകുന്നു, ഈ വീട് കാണാൻ പോകുന്നു. പെട്ടെന്ന് അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതും മതി, ഇനി ശാസ്ത്രവും വേണ്ട ഒരാളും വേണ്ട, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി എന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ്. അത് യഥാർത്ഥ ഇഷ്ടമല്ലത്. പിന്നീട് നമ്മൾ അത് കുറച്ച് നാളത്തേക്കൊക്കെ ഈ കൺകെട്ട് വിദ്യ പോലെ തന്നെയാണ് ഈ വശീകരണമൊക്കെ. അപ്പൊ അത് കുറച്ച് നാൾ കഴിഞ്ഞ് വശീകരണത്തിന് അങ്ങനെയുണ്ട്. അതേസമയം ആഭിചാരം മറ്റേ നമുക്ക് തകർക്കാനുള്ളതിന് അങ്ങനെയല്ല, എപ്പോഴും പോസിറ്റീവ് സൈഡ്. ഈ വശീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആകർഷണ വലയത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അപ്പൊ അത് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ആ വീടൊക്കെ മേടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ റിയാലിറ്റി മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്ക് വശീകരണം കഴിഞ്ഞിട്ടുണ്ടാവും, മേടിച്ചും കഴിഞ്ഞിട്ടുണ്ടാവും, അത് അത്രത്തേക്ക് മതി, ആജീവനാന്തം വേണ്ട.
വീട് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇങ്ങോട്ട് പോയത് ശരിയായില്ലെന്ന് പറഞ്ഞ് കൊണ്ട കൊടുത്ത് അയാൾ വാങ്ങുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഷോർട്ട് പീരീഡുകളിലുള്ളതാണ്. പിന്നെ ഈ പ്രണയ സാഫല്യം അതുപോലെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വശീകരണത്തിന്റെ ആവശ്യമില്ല, പെട്ട്. അപ്പൊ പിന്നെ ഇയാളുടെ അധീനതയിൽ ഇയാൾ പറയുന്നത് കേട്ട് നമ്മൾ ഈ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ വിചാരിക്കും ഇത് എങ്ങനെ ഇത് സാധിച്ചു, ഞാൻ ഇവരെ അങ്ങനെ നോക്കിയിരുന്നില്ലല്ലോ, ഇവരിലെ എല്ലാ നെഗറ്റീവ്സും എനിക്ക് അറിയാമായിരുന്നു, പിന്നെ ഏത് പോയിന്റിലാണ് നമ്മൾ അവരിലേക്ക് ചാഞ്ഞതെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. അതൊക്കെ മായിക വലയത്തിലായി പോണതാണ്. അതിനൊക്കെയുള്ള ശക്തികളോ നിഗൂഢ മന്ത്രങ്ങളുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.